ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധി രംഗത്തെ ആഗോള കേന്ദ്രമാക്കി രാജ്യത്തെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ AI മിഷനിലൂടെ നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 85 ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്താൻ പ്രഗതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രഗതിയുടെ 50ാമത് അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ന് DRDO ദിനം. DRDO രാജ്യത്തിന്റെ സായുധ സേനയുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ അധിക എക്സൈസ് തീരുവയും സെസ്സും ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യമേഖലയിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ കേരളത്തിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. ദേശീയ ജൂനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പ് ബംഗളൂരുവിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ നിർമ്മിത ബുദ്ധി രംഗത്തെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ AI മിഷനിലൂടെ നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ സ്കിൽ ഇന്ത്യ മിഷന്റെ സ്കില്ലിംഗ് ഫോർ AI റെഡിനെസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. भारत को AI ग्लोबल लीडर के रूप में स्थापित करने के लिए इंडिया AI मिशन चलाया जा रहा है. सरकार विभिन्न संस्थाओं, इंडस्ट्री पार्टनर्स तथा एकेडमिया के साथ मिलकर ये सुनिश्चित कर रही है कि भारत केवल टेक्नोलॉजी को अपनाए ही नहीं बल्कि उसके माध्यम से रेस्पॉन्सिबल फ्यूचर को भी आकार दे. വിദ്യാർത്ഥികൾക്കും പാർലമെന്റ് അംഗങ്ങൾക്കും ഉൾപ്പെടെ AI സർട്ടിഫിക്കറ്റുകൾ ശ്രീമതി മുർമു വിതരണം ചെയ്തു. ഭാവി AI സംരംഭങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ദേശീയ അവബോധ ക്യാമ്പയിൻ സ്കിൽ ദ നേഷൻ ചാലഞ്ച് പരിപാടിയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. 85 ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്താൻ പ്രഗതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 50ാമത് അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. റോഡ്, റെയിൽവേ, വൈദ്യുതി, ജലവിഭവങ്ങൾ, കൽക്കരി ഉൾപ്പെടെയുള്ള മേഖലകളിലായി 5 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. 40,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ഈ പദ്ധതികൾ 5 സംസ്ഥാനങ്ങളിലായാണ് നടപ്പാക്കുന്നത്. വിവര സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ച് മികച്ച ഭരണം കാഴ്ചവെക്കുന്നതിനുള്ള സംരംഭമാണ് പ്രഗതി. 2014 മുതൽ 377 പദ്ധതികളാണ് പ്രഗതിക്ക് കീഴിൽ അവലോകനം ചെയ്തത്. ഇന്ത്യ അതിവേഗം മുന്നേറുമ്പോൾ പ്രഗതിയുടെ പ്രസക്തി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള മികച്ച ചുവടുവയ്പ്പാണ് പ്രഗതിയെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. DRDO ദിനത്തിൽ ആശംസകൾ നേർന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനും പ്രതിരോധ ഗവേഷണ രംഗത്തെ ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും പുലർത്തുന്ന അചഞ്ചലമായ പ്രതിബദ്ധത, മികവ്, ദേശീയബോധം എന്നിവയെ രാജ്യരക്ഷാമന്ത്രി അഭിനന്ദിച്ചു. DRDO സായുധസേനയുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പുകയില ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ അധിക എക്സൈസ് തീരുവയും പാൻ മസാലയ്ക്കുള്ള പുതിയ സെസ്സും ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ. പാൻ മസാല, സിഗരറ്റ്, പുകയില തുടങ്ങിയവയ്ക്ക് 40% GSTയും ബിരിസിന് 18% GSTയും ഈടാക്കും. പാൻ മസാല നിർമ്മാണത്തിലെ പുതിയ ആരോഗ്യ ദേശീയ സുരക്ഷാ സെസ്സും പുകയിലയുടെ എക്സൈസ് തീരുവയും സംബന്ധിച്ച 2 ബില്ലുകൾ ഇക്കഴിഞ്ഞ ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയിരുന്നു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച തുടരുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതാ റിപ്പോർട്ട്. ലോകത്തിന്റെ പല ഭാഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾ ഹ്രസ്വകാല വെല്ലുവിളികൾ ഉയർത്തിയേക്കാമെന്ന മുന്നറിയിപ്പും റിപ്പോർട്ട് നൽകുന്നു. രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾ, ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികൾ, ഇൻഷുറൻസ് മേഖല എന്നിവ സുസ്ഥിരമായ മുന്നേറ്റം തുടരുന്നതായി RBI പറയുന്നു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചന കത്ത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാന് കൈമാറി. ഖാലിദ സിയയുടെ ദർശനവും മൂല്യങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ തുടർന്നും പ്രചോദനമാകുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ചൊവ്വാഴ്ചയാണ് ഖാലിദ സിയ അന്തരിച്ചത്.
പുതുവത്സര ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ വികസനം, ഐക്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കാൻ പുതുവത്സരം സഹായിക്കട്ടെയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പുതുവർഷം എല്ലാവർക്കും സമാധാനം, ആരോഗ്യം, സന്തോഷം എന്നിവ പ്രദാനം ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. പരിശ്രമങ്ങളിൽ വിജയവും പൂർത്തീകരണവും ഉണ്ടാകുന്നതാകട്ടെ പുതുവർഷമെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. വികസനത്തിന്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും തുല്യമായി എത്തുന്നു എന്ന് സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് പുതുവത്സര സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ ദേശീയപാത വികസന പദ്ധതികൾ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആദിവാസി മേഖലകളിൽ സമഗ്ര വികസനം ത്വരിതപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുകയും രാജ്യത്തിന്റെ പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളുമായുള്ള ബന്ധവും ചരക്ക് കൈമാറ്റ വേഗതയും ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. 2 പ്രധാന ഹൈവേ പദ്ധതികൾക്കാണ് ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ ഇന്നു മുതൽ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. ഇന്ന് ഉച്ചയ്ക്ക് 1:45 ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിൽ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധ മേരി ജോർജുമായുള്ള സംഭാഷണം കേൾക്കാവുന്നതാണ്. ലോകത്തിന് മാതൃകയായ നിരവധി നേട്ടങ്ങളാണ് 2025 രാജ്യം കൈവരിച്ചത്. ലോകബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വരുമാന അസമത്വമുള്ള രാജ്യങ്ങളിൽ ഒന്നായി മാറാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ വ്യാപ്തി 19% നിന്ന് 64.3% വർദ്ധിച്ചു. ആഗോളതലത്തിൽ നടക്കുന്ന തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% നടക്കുന്നത് ഇന്ത്യയുടെ UPI വഴിയാണെന്ന് IMF വ്യക്തമാക്കുന്നു. കഴിഞ്ഞ പതിറ്റാണ്ടിനുള്ളിൽ ഇന്ത്യയിലെ 17.1 കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായതായി ലോകബാങ്ക് കണക്കുകളും സൂചിപ്പിക്കുന്നു. ആരോഗ്യമേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യം ആനന്ദം വൈഫ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. നല്ല ഭക്ഷണശീലം, വ്യായാമം, ഉറക്കം, വിശ്രമം, മാനസിക സുസ്ഥിതി എന്നിവയെക്കുറിച്ച് ഇതിലൂടെ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാനാകും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് ഒരുങ്ങി പാലക്കാട്. നാളെ വൈകിട്ട് മുലയംപറമ്പ് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. സരസ് മേളയുടെ വരവറിയിച്ച് നാളെ ഉച്ചയ്ക്ക് വിളംബര ഘോഷയാത്ര നടക്കും. ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേളയ്ക്ക് ആദ്യമായാണ് തൃത്താല ആതിഥേയത്വം വഹിക്കുന്നത്. മേളയിൽ കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകൾ ഉണ്ടാകും. ഈ മാസം 11 വരെയാണ് ദേശീയ സരസ് മേള നടക്കുക. ദേശീയ ജൂനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പ് ബംഗളൂരുവിൽ പുരോഗമിക്കുന്നു. രാജ്യത്തുടനീളമുള്ള 1000-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ലീഗ് കം നോക്കൌട്ട് ഫോർമാറ്റിലാണ് നടക്കുന്നത്. ദേശീയ സീനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 11 മുതൽ 15 വരെ തെലങ്കാനയിലും ദേശീയ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് 31 മുതൽ ഫെബ്രുവരി 4 വരെ ഹരിയാനയിലും അരങ്ങേറും. ഹിമാചൽ പ്രദേശിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശൈത്യതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ഡൽഹി, പഞ്ചാബ്, ബീഹാർ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും തണുത്ത കാലാവസ്ഥ അനുഭവപ്പെട്ടേക്കും. അതേസമയം ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും വായു ഗുണനിലവാര സൂചിക മോശം വിഭാഗത്തിൽ തുടരുന്നു. ഇന്ന് രാവിലെ ദേശീയ തലസ്ഥാനത്തിൽ വായു ഗുണനിലവാരം 372 രേഖപ്പെടുത്തിയത്. ഓസ്ട്രേലിയയിലെ പെർത്ത് വിമാനത്താവളത്തിന് സമീപം കാട്ടുതീയുണ്ടായ പശ്ചാത്തലത്തിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകി ഭരണകൂടം. കാട്ടുതീ പടരുന്ന പ്രദേശങ്ങളിലുള്ളവർ എത്രയും വേഗം സുരക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് അഗ്നിശമന വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധി രംഗത്തെ ആഗോള കേന്ദ്രമാക്കി രാജ്യത്തെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ AI മിഷനിലൂടെ നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 85 ലക്ഷം കോടി രൂപയിലധികം മൂല്യമുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്താൻ പ്രഗതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രഗതിയുടെ 50ാമത് അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ന് DRDO ദിനം. DRDO രാജ്യത്തിന്റെ സായുധ സേനയുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ അധിക എക്സൈസ് തീരുവയും സെസ്സും ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യമേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ആരോഗ്യം ആനന്ദം വൈഫ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. ദേശീയ ജൂനിയർ ഖോ-ഖോ ചാമ്പ്യൻഷിപ്പ് ബംഗളൂരുവിൽ ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.